ഹായ് ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ചെങ്ങലം പരണ്ട. ഈ ചെങ്ങലം പരണ്ട എന്ന് പറയുന്നത് ഒരു അസ്ഥി രോഗ ഔഷധമാണ് കേട്ടോ. അസ്ഥി രോഗത്തിനുള്ള ഒരു ഔഷധമാണ്. ഇതിനെയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ബോൺ സെറ്റർ എന്ന് വിളിക്കും. സംസ്കൃതത്തിലാണ് വജ്രവല്ലി, അസ്ഥി സംഹാരി, അസ്ഥി ശൃംഖല, കലിശ. തമിഴിലാണ് പരണ്ടൈ വള്ളി എന്നും വിളിക്കും കേട്ടോ. വള്ളിയായി മരങ്ങളിൽ പടർന്നു കയറുന്ന ഒരു ചെറിയ ചങ്ങല പോണക്ക് നിൽക്കുന്ന ഒരു സസ്യമാണ് ചങ്ങലം പരണ്ട. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയത്തില്ല, ഒരു മുട്ടിൽ നിന്ന് ഒരു മുട്ടിലോട്ട് ഇങ്ങനെ കണ്ണിയായിട്ട് പോയിരിക്കുന്നത്. 4 മൂലകളുള്ള നീണ്ട ക്യാപ്സ്യൂളുകളുടെ രൂപത്തിലാണ് ഇതിൻ്റെ ഓരോ തണ്ടുകളും നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ചങ്ങലം പരണ്ട എന്ന് വിളിക്കുന്നത്. ഓരോ സന്ധികളിൽ നിന്നും ഇലകളും എതിർവശത്തേക്ക് സ്പ്രിങ് പോലെ ഉള്ള പിടിവള്ളികളും പുറപ്പെടുന്നു. ഈ പിടിവള്ളികൾ കൊണ്ടാണ് കേട്ടോ അത് ചുറ്റി കയറി പോകുന്നത്. ഈ ചെടിയുടെ പൂക്കൾ വളരെ ചെറുതാണ്. ചുവന്ന കായ്കളിൽ ഒരു വിത്തുണ്ടായിരിക്കും. ഇല ഭക്ഷ്യയോഗ്യമാണ്. ഇത് നമുക്ക് ചമ്മന്തി അരച്ചൊക്കെ കഴിക്കാനും ഒക്കെ പറ്റും കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നുകാർ ഇത് പോയി എടുക്കുമ്പോൾ ഇച്ചിരി എണ്ണ അല്ലെ നെയ്യോ എല്ലാം കയ്യെ പുരട്ടിയതിന് ശേഷം എടുക്കുക. ഇത് ചൊറിച്ചിലുണ്ടാകും. അപ്പോൾ ഇത് കണ്ടോ, ഒരു മുട്ടിൽ നിന്ന് അടുത്ത മുട്ടിലോട്ട് വരുന്ന ആ 2 ഭാഗം വെച്ച് ഇച്ചിരി കയറ്റി കണ്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചേമ്പിൻ്റെ ഇതൊക്കെ ഉരിച്ച് കളയത്തില്ല എന്ന് പറയുന്നിട്ട് ഇത് ചെറുതായിട്ടൊന്ന് ഉരിച്ച് കളഞ്ഞതിന് ശേഷം എണ്ണയിൽ വാട്ടിയിട്ട് ചുമന്നുള്ളിയും ഒക്കെ വാട്ടിയെടുത്ത് വറ്റൽമുളകും ഉപ്പും ഇച്ചിരി പിഴുപുളിയൊക്കെ വെച്ച് ചമ്മന്തി അരച്ച് തേങ്ങാ ചമ്മന്തിയൊക്കെ അരച്ച് ഉള്ളിൽ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇത് എണ്ണയിൽ കാച്ചി നമുക്ക് നീരുള്ള ഭാഗത്തും അസ്ഥിവേദനകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ നല്ലൊരു ഔഷധമാണ് ചങ്ങലം പരണ്ട. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ചങ്ങലം പരണ്ടയെക്കുറിച്ച് അറിയാം? എത്ര പേര് ഉപയോഗിച്ചിട്ടുണ്ട്? അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോണക്ക് വെച്ച് പിടിച്ച് കഴിഞ്ഞ് കുറച്ച് സ്ഥലമൊക്കെ ആക്കി ഈ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒരു ചെറിയ നീർക്കെട്ടൊക്കെ വരുമ്പോഴാണേലും ഒന്ന് വീണാലോ ഒക്കെ ഇത് അസ്ഥികൾ ഒടിഞ്ഞിട്ടുള്ളവർക്കൊക്കെ ഇത് പുരട്ടി അസ്ഥി ജോയിൻ്റ് ആയിട്ടൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഇത് ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത് വേറൊരിടത്തു നിന്നാണ്. അപ്പോൾ അവിടുത്തെ അമ്മ പറയായിരുന്നു അമ്മയുടെ ഒടിഞ്ഞ വിരൽ വരെ ഇത് ചെയ്ത് റെഡി ആയതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒന്നൊന്നര ഒരു ഔഷധമാണ്. അപ്പം ഞാനിനി ഇത് പറിച്ചിട്ട് ഇതിൻ്റെ ചമ്മന്തി അരയ്ക്കുന്നത് കാണിച്ചു തരാമേ.